ഇല്ല, നിപ്പ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സസ്പെക്റ്റഡ് ആണ്. ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ എല്ലാ റിപ്പോർട്ടും ആ റിപ്പോർട്ടുകളെല്ലാം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിരുന്നു. റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യേണ്ടത് കാര്യങ്ങളും സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ, റിസൾട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ പറയേണ്ടത് ഒന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ആണ്. പക്ഷേ ഇതുവരെ വാർത്തകളിൽ വരുന്നത് പോലെ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല. ഡിക്ലെയർ ചെയ്യപ്പെടാതിരിക്കുമ്പോൾ തന്നെ ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആ കേസിൻ്റെ കോണ്ടാക്റ്റുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രാക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ്, അതായത് ഇവർക്ക് ആരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അല്ലത് ഡിക്ലെയർ ചെയ്യാത്ത സ്ഥിതിക്ക്, അതായത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ റിസൾട്ട് വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അത് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല. റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. എങ്കിൽ പോലും അങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ കോണ്ടാക്ട്സ് അടക്കം ട്രാക്ക് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാനിക് ആകേണ്ടുന്ന ഒരു കാര്യമില്ല. അതിൻ്റെ ട്രാക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ജില്ലാ കളക്ടറാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് മതിയോ, അത് അതിനപ്പുറത്തേക്കൊരു അന്വേഷണം? കാരണം ഈ HDCയുടെ സ്വാഭാവികമായിട്ടും എൻ്റെ പോയിൻ്റാണ് അതാണ്. സ്വാഭാവികമായിട്ടും ഈ ആശുപത്രി വികസന സമിതിയുമായി ബന്ധപ്പെട്ട് അതിനെ ചെയർ ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ജില്ലാ കളക്ടറാണ്. അപ്പോൾ ഞാൻ തന്നെ എനിക്കെതിരായിട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നത് എങ്ങനെയുണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജില്ലാ കളക്ടർ ആ വിഷയത്തിനകത്ത് നടത്തുന്ന ഒരു അന്വേഷണം. ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഗുരുതരമായ ഒന്നിലേറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മന്ത്രിമാർ തന്നെ വന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് അകത്ത് ആളില്ല എന്ന്. മന്ത്രിമാർ തന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പിന്നീടുണ്ടാകുന്ന തെരച്ചിലുകൾ എത്രമാത്രം അതിനകത്ത് അലസതയുണ്ടാകുമെന്നുള്ളത് ഇന്നലെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഇതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ 1/2 ഡസനോളം മന്ത്രിമാർ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP എന്ന് പറയുമ്പോൾ
ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അടക്കമുള്ള DGP, സ്റ്റേറ്റ് പോലീസ് മേധാവി അടക്കം, റവന്യൂവിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ, 4 ജില്ലയുടെ കളക്ടർമാർ, ഇവരെല്ലാവരും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലുണ്ടായിട്ട് ഇതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുവാൻ 2.5 മണിക്കൂർ വൈകി. ഒരു മനുഷ്യജീവൻ നഷ്ടമായി. 2.5 മണിക്കൂറും ഒരു മനുഷ്യജീവനും നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് തെരച്ചിൽ നടപടികൾ തന്നെ ആരംഭിക്കുന്നത്. 1. 2, ഇങ്ങനൊരു കെട്ടിടം പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഇവരേത് മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേദിവസം മാത്രമേ ഇത്തരം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുകയുള്ളൂ എന്ന ഈ സർക്കാരിൻ്റെ ഒരു സർക്കാർ PR എന്ന കൊള്ളരുതായ്മയുടെ രക്തസാക്ഷിയാണ് ഈ മരണപ്പെട്ട സ്ത്രീ. മുൻപ് ഈ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ കാരണം ചികിത്സ തേടി വരുന്നവർ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ കൂട്ടിരിക്കാൻ വരുന്നവർ പോലും ജീവഭയത്താൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് കൃത്യമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഇത് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. നാട്ടിലെ എല്ലാ ആരോഗ്യ മേഖലയിലെ ആരെങ്കിലും ഒരു സുഖപ്രസവം ഉണ്ടായാൽ പോലും പാരസെറ്റാമോൾ കഴിച്ച് ഒരു ആളുടെ പനി മാറിയാൽ പോലും അതെല്ലാം സർക്കാരിൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഇവിടെ ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം സിസ്റ്റം എറർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ സിസ്റ്റത്തിൽ മന്ത്രിയില്ലേ? നേട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മാത്രമേ മന്ത്രിയുള്ളൂ, കോട്ടങ്ങളുടെ സിസ്റ്റത്തിൽ മന്ത്രിയില്ലേ? ഇത് കൃത്യമായി അവർ രാജിവെക്കുന്നവരെയുള്ള തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തെങ്കിലും കാരണവശാൽ ഈ കുടുംബത്തെ അടക്കം ആ വാർഡിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തെ തിരിച്ചയച്ചാൽ, നിർബന്ധപൂർവ്വം തിരിച്ചയച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ് വെറുതെ ഇരിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ശക്തമായ സമരം. ഇപ്പൊ നിങ്ങൾ പല ശ്രമം നടത്തി ഇവിടുത്തെ സമരത്തെ ഇല്ലാതാക്കുവാൻ, നടന്നില്ല. ശക്തമായ സമരം ഇതിനും ഉണ്ടാകും, ഇതിനും മേലെ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പരിപാലിക്കുന്ന ചുമതലയിലേക്ക് ഇവിടുത്തെ ആശുപത്രികൾ കടന്നു വരണം, അവരുടെ ഡ്യൂട്ടി ചെയ്യണം. ഇവിടെ കഴിഞ്ഞ 9 വർഷക്കാലം ഒരു മാഫിയ ഉണ്ടെന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ. ആ മാഫിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ജനങ്ങളുടെ മെഡിക്കൽ കോളേജല്ല, മെഡിക്കൽ കോളേജാ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല, ഏതെങ്കിലും മന്ത്രിയുടെ അല്ല, ഏതെങ്കിലും MLA അല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ നിലക്ക് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഡോക്ടർമാരോട് ചേർത്താ പറയുന്നത് അതല്ല, ഏതെങ്കിലും വ്യക്തിയുടെ താല്പര്യത്തിന് താളന്നുള്ള നിന്നാൽ 10 മാസം കഴിയുമ്പോൾ ഇവിടെ ഒരു UDFന്റെ മുഖ്യമന്ത്രി, UDFന്റെ മന്ത്രിസഭയും വരും. നിങ്ങളെ നിലക്ക് നിർത്തുവാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസിലൂടെ KSയിലൂടെ കടന്നു വന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായി കേരളത്ത് ഉമ്മൻചാണ്ടി ഇരുന്നതുപോലെ ഉണ്ടായിരിക്കും. ആ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. അന്നത്തെ ആരോഗ്യമന്ത്രി ഇന്നത്തെ ആരോഗ്യമന്ത്രി ഉണ്ടായിരിക്കുന്നില്ല. കറുപ്പ് കണ്ടാൽ ആശുപത്രി പോകേണ്ടി വരില്ല. നമ്മുടെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒരേ പ്രശ്നമാണ്, കറുപ്പെന്ന് പറഞ്ഞ ആരോഗ്യം. കഴിഞ്ഞ പ്രാവശ്യം കറുപ്പ് കണ്ടപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുടെ പേരാണ് പിണറായി വിജയൻ. ഇപ്പോ ഈ വർഷം വ്യത്യാസമുണ്ട്. ഈ മന്ത്രിക്ക് കറുപ്പ് കണ്ടാൽ ഉടനെ ആശുപത്രി. ഏതായാലും രണ്ടുപേരും ഒരു വണ്ടിക്ക് വെട്ടാൻ കൊള്ളുന്ന മുഖ്യമന്ത്രിയും മന്ത്രിയുമാണ്. തീർച്ചയായിട്ടും ഈ നാടിനെ ഈ തരത്തിലാണ് മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇനി ഉണ്ടാകും. നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരാൻ പോകും. ഇതുവരെ ആ വീട്ടിൽ വിളിച്ചു ചോദിച്ചിട്ടില്ല. വാസവ മിനിസ്റ്റർ പറയുന്നത് കേട്ടു, ഷോ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ MLAയും UDFകാരും ഷോ കാണിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാസവ മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഷോ കാണിക്കണ്ടല്ലോ, ഫോണിൽ കൂടെ ഒന്ന് വിളിക്കാമല്ലോ. ഞാൻ ചോദിക്കുന്ന മിനിസ്റ്ററോട്, അങ്ങേക്ക് ഫോണിൽ വിളിക്കാൻ ആരാണ് തടസ്സം? 50,000 രൂപ പ്രഖ്യാപിച്ചിരിക്കുക. 50,000 രൂപ. ഞങ്ങളുടെ ആവശ്യം 25 ലക്ഷമാണ്. ഞങ്ങളുടെ ആവശ്യം ജോലി കൊടുക്കുക. ഞങ്ങളുടെ ആവശ്യം ആ കുട്ടിയുടെ ചികിത്സ വഹിക്കുക. ഞങ്ങളുടെ ആവശ്യം ആ കുടുംബത്തെ ദത്തെടുക്കുക. ഇതൊന്നും ചെയ്യാതെ മിസ്റ്റർ വാസവനും ശ്രീമതി വീണ ജോർജും കേരളത്തിന്റെ തെരുവിലൂടെ ഇറങ്ങി നടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിലും ശക്തമായ സമരങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ മുഖ്യമന്ത്രി അതറിയാലോ, കോട്ടയത്ത് 2 പ്രാവശ്യം കരിമിരിയുണ്ട്. കോട്ടയം ടൗണിലും പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലും 2 തവണ കരിമിരി കൊണ്ടിട്ടാണ് പോയത്. നമ്മുടെ മന്ത്രിയും മോശമല്ല, പുതുപ്പള്ളിക്കാരെ തടഞ്ഞിട്ടു. അതുകൊണ്ട് ഇത് തുടക്കം മാത്രമാണ്. ഈ തുടക്കത്തിന്റെ അവസാനം ഈ സർക്കാരിനെ ഇവിടുത്തെ ജനങ്ങൾ
വലിച്ചെറിഞ്ഞ് അറബിക്കടലിൽ കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ പറഞ്ഞുകൊണ്ട്